വാഴ 3 അല്ല വാഴ 2 അല്ലേ എന്ന സിനിമ വന്നത് ഭയങ്കര ട്രെൻഡിങ് ആണെന്നൊക്കെ കേട്ട്. എടാ മോനെ രണ്ട് വാഴപ്പഴല്ലേ മറ്റേ രണ്ട് വട എടുക്കുക. വാഴ 2 എന്ന് പറയുന്നത് ഞാൻ കാണാൻ വിചാരിച്ചു, പക്ഷെ ഇന്നലെയൊക്കെ ഫുൾ ഹൗസ്ഫുള്ളും ടിക്കറ്റൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിവിടെ 3 കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വാഴ 3ൻ്റെ കഥ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. 3 ചെറിയ കുട്ടികൾ, ഒന്നൊരു മൂത്ത കുട്ടി 6ലോ 7ലോ എങ്ങാണ്ടേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഉപ്പൻ്റെ ബൈക്ക് എടുത്തിട്ട് സ്കൂട്ടി എടുത്തിട്ട് അയൽവക്കത്തെ കുട്ടി രണ്ടുപേരും കൂട്ടി മുട്ടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അത് മറിഞ്ഞ് വണ്ടിക്ക് 15,000 റുപ്യ എടുത്ത് കഷ്ടപ്പെട്ട് എൻ്റെ ബാപ്പ വാങ്ങിയ വണ്ടിയായിരുന്നു. ഇതുമായി പണിയെടുപ്പിച്ച അവസാനം 15,000 റുപ്യ പണിയായി, 30,000 റുപ്യ ഇപ്പം അതിൻ്റെ ചിലവായി. കുട്ടികൾ വളരെ കൂളായിട്ടാണ്, ഇഞ്ചുറിയൊക്കെ കുടിക്കിട്ട് വളരെ കൂളായി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇനി വാഴ 3 നിന്നെക്കുറിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെക്കുറിച്ച് ഇതിൻ്റെ നിയമവശങ്ങളൊന്നും അവർക്കറിയില്ല, അവരൊരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പം കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവേശത്തിലാണ് കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് വാഴ 3ൻ്റെ ഓല് വളരെ കൂളായി ചില്ലടിച്ചിട്ടേ കാര്യങ്ങളൊക്കെ പറയും. ഇത്രയൊക്കെ ഇഞ്ചറി കുടുങ്ങിയിട്ട് ഓലാരും വലിയ സീരിയസ് കാണുന്നില്ല, മനസ്സിലായത്. അപ്പോൾ നോക്കുക. അപ്പോൾ ഒരു വാഴയുടെ കഥ കിട്ടിയെന്ന് പറഞ്ഞാൽ പറയാം.